ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനഘയുടെ ഫോണിൽ നിന്നും മുത്തശ്ശൻ ഇങ്ങനെ അബിയെ അനഘയെ ഒരുമിച്ചുള്ള ഫോട്ടോസുകൾ കണ്ടതുകൊണ്ട് തന്നെ ഇത് അബിയുടെ കുഞ്ഞാണ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവൻ തന്നെയാണ് എന്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവൻ ഈ വീട്ടിൽ വേണ്ട, ഇവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്നുള്ള തീരുമാനം എടുക്കണം കേട്ടോ. പിന്നീട് ഈ പറയുന്നത് പോലെ അബി ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കണം. ആ സമയം ആദർശ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഈ സമയം ജലജയും അവിടെ ഉണ്ട് കേട്ടോ. ജലജ എന്തിനാ എന്റെ മകനെ അടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ തന്നെ ജലജയോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ അച്ഛൻ ഇവനാണ് എന്നുള്ളത് എനിക്ക് തെളിഞ്ഞു കഴിഞ്ഞു. എങ്ങനെ അച്ഛനെ തെളിഞ്ഞു എന്ന് ജലജ അവിടെ പെട്ടെന്ന് ഇങ്ങനെ വാദിക്കാണ്. തന്റെ മകനെ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് ജലജക്കും അറിയാം. പക്ഷെ എങ്കിലും കൂടി അനന്തപുരിയിൽ നിന്നും താൻ ഇറങ്ങിയ പിന്നീട് ബിഗ് സീറോ ആണ്, തന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്ന ജലജ പറയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ എന്റെ കുഞ്ഞിനെ എങ്ങനെ പറയുന്നത്? അത് കേട്ട ഉടനെ തന്നെ പറയാണ്, നിന്റെ മകനാണ് ഇത് ചെയ്യുക, ഈ തറവാടിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് നിന്റെ മകനാണ്, അതുകൊണ്ട് തന്നെ നിന്റെ മകനെ ഇത് ചെയ്യത്തുള്ളൂ എന്ന് പറയണേട്ടാ. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശൻ പറയാം, ദാ ഈ ഫോട്ടോകൾ നോക്ക്. അത് കേട്ട ഉടനെ തന്നെ ഇവൻ താൻ തോന്നിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവൻ തന്നെ. പക്ഷെ ഈ ഫോട്ടോ ഇവനും ഇവളും കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്ന് കരുതി ഇതിലെങ്ങനെ ഗർഭമുണ്ടെന്ന് ഉള്ള സത്യം പുറത്തു വരിക? ഇതിൽ ഇവളും ഇവനും ഗർഭിണിയായതൊന്നും കാണാനില്ലല്ലോ, ആ ഒരു ഫോട്ടോസ് ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ ഉടനെ മുത്തശ്ശൻ ഒന്ന് ഞെട്ടി നിൽക്കണേട്ടാ. അപ്പൊ ആ സമയം ഈ വാക്കുകൾ ശരി തന്നെ എന്ന് മുത്തശ്ശന് തോന്നാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നു, ശരിയാണ്, ഈ അനന്തപുരിയിൽ 3 ആണുങ്ങളുണ്ട്. 3 ആണുങ്ങളും 3 തരത്തിലാണ്. കാരണം ഇവിടെ ഉള്ളവർമാർക്കൊക്കെ ഗേൾ ഫ്രണ്ട് ആണല്ലോ കൂടുതൽ. അങ്ങനെ പറയുകയാണെങ്കിൽ അനിയെ എടുത്തു പറയണ്ടേ? അനിയും നന്ദുവുമായുള്ള ഒരുമിച്ച് ഒരുപാട് ഫോട്ടോകൾ ഉണ്ടല്ലോ എന്ന് കരുതി ഇപ്പോ നന്ദു ഇനിയിപ്പോ നാളെ ഒരു കുട്ടീനെ പ്രസവിക്കുന്ന ആർക്കറിയാം? അപ്പോഴേക്കും അങ്ങനെയുള്ള വാക്കുകളായിട്ടോ. അത് കേൾക്കുമ്പോ അനാമിക നീ എന്താ ഈ പറയുന്നേ എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉടൻ തന്നെ ജാനകിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അനാമിക, അല്ല അമ്മേ, ഉള്ളത് പോലെ പറയണല്ലോ, വെറുതെ ആവശ്യമില്ലാതെ അബേട്ടനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ മുത്തശ്ശൻ പറയണ, ശരി, ഞാനൊരു തീരുമാനം എടുക്കാം. നീ ഈ സംശയം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു തീരുമാനം എടുക്കുന്നു. എന്റെ 3 പേരക്കുട്ടികളുടെയും ഈ കുഞ്ഞിനെയും വെച്ച് ഞാനൊരു DNA ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് കേട്ടോ ആദർശ് കയറി വരുന്നത്. ആദർശിന് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ചില സത്യങ്ങൾ മറച്ചു വെക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ആദർശ് പറയുന്നത് അത് നടക്കില്ല മുത്തശ്ശ. അതെന്താ? അത് ഈ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ കുഞ്ഞാണെന്ന്. ഇനി എന്തിനാ മുത്തശ്ശിന് ഇതിന്റെ പേരിൽ ഒരു DNA ടെസ്റ്റ്? എന്റെ കൊച്ചുമോനെ, നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് കേട്ട ഉടനെ ഇവരങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛനെ എങ്ങനെ അറിയാം? അച്ഛൻ എന്ന് അറിഞ്ഞിട്ടാണ് അച്ഛൻ ഇത് പറയുന്നത്? അബിയും ഈ അനഘയുമായുള്ള ഒരുമിച്ചുള്ള ഫോട്ടോ ഉണ്ടെന്ന് കരുതിയിട്ട് ഈ കുഞ്ഞിപ്പോ അബിയുടേതെന്നുള്ളതിന് വല്ല തെളിവുണ്ട്? ഇല്ലല്ല അച്ഛാ. പിന്നെ ആദർശ് അവന്റെ കുഞ്ഞാണെന്ന് ഏറ്റു പറയുമ്പോ അച്ഛൻ എന്തിനാ എന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിന്റെ തലയിൽ തന്നെ ഈ തെറ്റിടാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ സമയമാണെങ്കിലോ ഈ വാക്കുകൾ കേൾക്കുമ്പോ മുത്തശ്ശൻ ആകെ പെട്ടുപോകണം കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, മോനെ ആദർശേ, നീ നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി തകർക്കണ്ട. നീ ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ നീ ചെയ്യാത്ത തെറ്റ് നീ വെറുതെ ഏറ്റെടുക്കാൻ നിൽക്കണ്ട. ഈ മുത്തശ്ശൻ പറയുന്നത് കേൾക്ക്. ഇവിടെ 3 പേരുടെയും DNA ടെസ്റ്റ് നടത്താ എന്ന് പറയട്ടോ. അപ്പൊ ഇത് കേട്ട ഉടനെ അനി പറയണ, ശരിയാണ്, ഇവിടെ DNA ടെസ്റ്റ് അത്യാവശ്യമാണ്. ആദർശേട്ടന്റെ കുഞ്ഞില്ല എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടനെ മറ്റുള്ളവരിങ്ങനെ പഴി പറയില്ലല്ലോ. ഞാൻ അറിയുന്ന ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, അത് എനിക്കും ഉറപ്പാണ്. അപ്പോ ഉടൻ തന്നെ അഭി പറയണേ, അപ്പൊ എല്ലാവർക്കും കുറ്റം എന്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് പറയുന്നു, എന്നാൽ DNA ടെസ്റ്റ് ചെയ്യേണ്ടെന്നും ആദർശേട്ടൻ പറയുന്നു. DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, എന്റെ കുഞ്ഞല്ലാന്ന് നിങ്ങൾക്ക് അപ്പൊ തെളിയും. അത് കേൾക്കുന്ന ആദർശം ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടാ. ഈ സമയം മുത്തശ്ശൻ പറയണേ, എന്തായാലും ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട. ആദർശ DNA ടെസ്റ്റിന് ഞാൻ മുതിരയാണെന്ന് പറയുമ്പോ എനിക്ക് സമ്മതമല്ല അച്ഛാ, ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശനോട് ഞാൻ ഇന്ന് വരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ കുഞ്ഞിന്റെ മുഖം നോക്കിയിട്ട് എനിക്ക് എന്തായാലും DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്റെ മോളാണ്, ഞാനാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറയട്ടോ. ഈ സമയം അബിയെയും ജലജയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പറ്റില്ല. എന്നാൽ ഈ സമയം അനിക്കാണെങ്കിലോ തന്റെ ഏട്ടന്റെ മുഖഭാവമൊക്കെ മാറി മറിയുന്നതും ഇങ്ങനെ ശ്രദ്ധിക്കാനിട്ടാ. പിന്നീട് അബിയും നയനയും ആദർശിന്റെ അരികിലോട്ട് ചെല്ലാണ്. ഈ സമയം മര്യാദക്ക് ഏട്ടാ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാ ഏട്ടന്റെ ജീവിതം തകർക്കുന്നത്? എന്തിനാണ് ആ പാവം നയനയെടുത്ത് എങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഒരു പ്രശ്നം തീരുമ്പോ അവർക്ക് ഒരു പ്രശ്നമാണ്, എത്രയായാലും വേറൊരു പെൺകുഞ്ഞ് ഉണ്ടായ കുട്ടിയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആദർശ
ആദർശേട്ടാ, അടുത്തേക്ക് സങ്കടം ഉണ്ടാവും. കാരണം ആ കുഞ്ഞ് എന്തായാലും ഏട്ടത്തി പൊന്നു പോലെ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ ആ ഒരു ഇത് ഏറ്റെടുക്കും. നീ എന്തിനാടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും, നീ നിന്റെ പണി നോക്കുക എന്ന് പറയാനായിട്ടാ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരികയാണ്. അങ്ങനെ നയന പറയുന്നുണ്ട്, ഞാൻ അറിയുന്ന ആദർശേട്ട ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ആദർശേട്ടൻ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരുടെ കുഞ്ഞിനെ ആദർശേട്ട സ്വന്തം അച്ഛനായി ഇങ്ങനെ ഏറ്റെടുക്കുന്നത്? ആദർശേട്ട ആരുടെ കുഞ്ഞിനെ വേണമെങ്കിലും വളർത്തിക്കോ, എനിക്കും അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തെറ്റുകാരനല്ല ആദർശ്. സമൂഹത്തിൽ ആദർശ് മറ്റൊരുത്തേക്ക് ഉണ്ടാക്കിയ കുഞ്ഞാണ് ഇത് എന്ന് ആരും പറയാൻ പാടില്ല. അതുകൊണ്ടാണെന്ന് പറയട്ടോ. അങ്ങനെ മുത്തശ്ശൻ അങ്ങ് വരികയാണ്. മുത്തശ്ശൻ വന്ന് കാരണം നോക്കി ആദർശിന്റെ മുഖത്ത് നോക്കി ഒന്നങ്ങ് കൊടുക്കണം. മതിയിട നിന്റെ നിർത്ത്, ഇത് എന്റെ തീരുമാനമാണ്, ഞാൻ DNA ടെസ്റ്റ് നടത്തും. അപ്പോഴേക്കും അവിടെ എല്ലാവരും കൂടാൻ കേട്ടോ. അപ്പൊ ഉടൻ തന്നെ അവിടെ അഭി വീണ്ടും വരികയാണ്. ഈശ്വര, ഈ കിളവ ഇതിമ തന്നെ കയറി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് എന്റെ കുഞ്ഞാണെന്നുള്ള സത്യം പുറത്തു വരുമല്ലോ എന്നുള്ള ആ പേടിയോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണേ, നിങ്ങൾ എല്ലാവരും സംശയിച്ചതുപോലെ ഇത് എന്റെ കുഞ്ഞല്ല, ഇത് നമ്മുടെ അനിയുടെ കുഞ്ഞാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന അഭി പോലും ഞെട്ടിപ്പോവാണ്. എന്താണ് ഇവൻ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ്. ഇതേ സമയം അനിയാണെങ്കിൽ ആകെ പകച്ചു നിൽക്കാണ്. അനാമികക്കാണെങ്കിലും പറയാൻ വാക്കുകളില്ല. അനാമിക ഇങ്ങനെ കിളി പോയതുപോലെ നിൽക്കാണ്. അപ്പോൾ ഉടൻ തന്നെ അനാമിക, നിങ്ങൾ എന്താ ഈ പറയുന്നത്, വായിൽ തോന്നിയത് വിളിച്ചു പറയാണോ എന്നിങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനി, എന്താ ഏട്ടാ, എന്തിനാ ഏട്ടാ എന്നോട് ഇങ്ങനെ പറയുന്നത്, എന്തിനാ വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനി, നിന്നോടൊരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഇവിടെയുള്ളവർ ഇത്ര അറിഞ്ഞാൽ മതി, ബാക്കി അനിയോട് പറഞ്ഞതിന് ശേഷം ആവാമെന്നും പറഞ്ഞ് അനിയെ വിളിച്ചു കൊണ്ടുപോകാനേട്ടാ. അങ്ങനെ അനിയോട് സത്യങ്ങൾ പറയണ. അനി, നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരുത്തി നിന്നെ കണ്ണുവച്ചിരുന്നു. എന്നാൽ നീ ആ സത്യം മനസ്സിലാക്കിയില്ല. കോളേജിൽ ഒരു ടൂർ നടക്കുന്ന സമയത്ത് എല്ലാവരും ടൂർ പോയപ്പോൾ അവൾ നിനക്ക് ലഹരി തരികയും പിന്നീട് നിന്നിൽ നിന്നും അവൾക്ക് നേടേണ്ട ആവശ്യം നേടിയെടുക്കുകയും ചെയ്തു. അവൾ ആ കോളേജിലെ ഏറ്റവും റൗഡിയായ ഒരു പെണ്ണ് തന്നെയായിരുന്നു. അവള് വലിയ സമ്പന്നയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടത് അവളുടെ അച്ഛനമ്മമാർ നേടിക്കൊടുക്കും. നേടാത്തത് നിന്നെ മാത്രമായിരുന്നു. നിന്നോട് അവൾ പലതവണ ഇഷ്ടം തുറന്നു പറയാൻ ശ്രമിക്കുമ്പോഴും നീ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ അവൾക്ക് വാശിയായി നിന്നെ സ്വന്തമാക്കണമെന്ന്. അങ്ങനെ നീ പോലും അറിയാതെ അവളും നീയുമായി ഒരുമിച്ച് എന്നുള്ള സത്യം പറയാനിട്ട. ഇത് കേട്ട ഉടൻ തന്നെ, എന്താ ആദർശേട്ടാ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. എടാ, സത്യം തന്നെയാണ്, ഇനി എനിക്ക് DNA ടെസ്റ്റ് ചെയ്യാം, നിന്റെ കുഞ്ഞാണിത്, ഞാനിത് സത്യമാണ് പറയുന്നത്. അപ്പൊ ആദർശേട്ടന്റെ കൈകളിൽ ഇതെങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അനഘയാണ് എന്നോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അനഘ അഭിയെ ചൂഷണം ചെയ്താണ് ഇങ്ങോട്ടേക്ക് കയറാൻ ശ്രമിച്ചത്. പക്ഷേ സത്യങ്ങൾ ആരെങ്കിലും നല്ലവരായ ആരോടെങ്കിലും തുറന്നു പറയണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് വന്നതെന്ന് പറയുമ്പോ അനി ചോദിക്കാണ്, എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ കുഞ്ഞിന്റെ അമ്മ ഇത്ര എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉടൻ തന്നെ, അവിടെയാണടാ നിന്റെ അടുത്തോട്ട് ഈ കുഞ്ഞ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ നീ പോലും ഈ സത്യം അറിയില്ലായിരുന്നു. അവൾക്ക് നീയുമായി ഒരുമിക്കണം എന്നുള്ള വാശിയായിരുന്നു. ആ വാശി അവൾ സാധിച്ചു. അതിൽ പിന്നെ കുഞ്ഞുണ്ടാവുമെന്നുള്ള അതൊന്നും അവൾ ഓർത്തില്ല. പിന്നീട് നിന്നെ കിട്ടണമെന്നൊറ്റ വാശിയായി. പിന്നീടാണ് അവൾ ഒരു പെണ്ണായത്. ഒരു അമ്മയായപ്പോൾ ആ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാനും അവൾ തയ്യാറായില്ല. എന്നാൽ അതിനെ അബോർഷൻ ചെയ്യാനും അവൾ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവളെ അച്ഛനമ്മമാരെ വേണ്ടെന്ന് വെച്ച് അവൾ വിദേശത്തോട്ട് പിന്നീട് പറക്കുകയാണ് ചെയ്തത്. അവളുടെ അച്ഛനമ്മമാർ അവൾക്ക് വേറൊരു വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് കരുതിയാണ്. എന്നാൽ നിന്നെ ഈ വിവരം അറിയിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. പക്ഷെ പേടി കൊണ്ട് അവൾ വന്നില്ല. കാരണം അവളാണല്ലോ ഈ തെറ്റ് ചെയ്തത്, നീ പോലും അറിയാത്ത ഈ തെറ്റ്. അതുകൊണ്ട് ഈ ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണം. എന്റെ കുഞ്ഞിനെ അനിയെ കാണുന്നത് പോലെ, അനിയുടെ കുഞ്ഞാണല്ലോ, അവനെ ഓർത്ത് മാത്രം എനിക്കൊരു ജീവിതം മതി എന്ന് പറഞ്ഞ് അവൾ ഗൾഫില് അവളുടെ കുഞ്ഞിന് വേണ്ടി അവൾ ജീവിക്കുകയായിരുന്നു. പക്ഷേ അവൾക്ക് ദൈവം തിരിച്ചടി കൊടുത്തു. നിന്നോട് ചെയ്ത ചതിക്ക് ദൈവം അവൾക്ക് ഒരു കാർ ആക്സിഡന്റിലൂടെയാണ് തിരിച്ചടി കൊടുത്തതെന്ന് പറയാനായിട്ട് അവൾ അങ്ങനെ മരണപ്പെട്ടു. പിന്നീട് ഈ കുഞ്ഞ് എന്റെ കൈകളിലായി. എനിക്കാണെങ്കിലോ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയം ഈ കുഞ്ഞ് എന്റെ കൂടെ നിൽക്കും തോറും പ്രശ്നങ്ങൾ വരും, ചോദ്യം ഉയരും. അതുകൊണ്ട് തന്നെ അനന്തപുരിയിലെ അവകാശിയെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, നിന്നെ ഏൽപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു അനഘ. പക്ഷേ അനഘക്കാണെങ്കിൽ ഇതെല്ലാം നിന്നോട് പറയാനുള്ള ധൈര്യവുമില്ല. അപ്പോഴാണ് ഒരു വഴി കണ്ടെത്തത്. അഭി തോന്നിവാസിയായിരുന്നല്ലോ, അനഘയുമായുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ. അതിലൂടെ അനന്തപുരിയിലോട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുവരിക എന്ന് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു പിന്നീടാണ് എന്ന് പറയാനേട്ടോ. അങ്ങനെ ഇതൊക്കെ അറിയുമ്പോൾ
കേൾക്കുമ്പോൾ ആദർശിന്റെ മുന്നിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. പക്ഷെ ഈ സത്യങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് അനാമിക കേൾക്കാണ്. അങ്ങനെ അനാമിക വിചാരിക്കാത്തൊരു തിരിച്ചടി അനാമികക്ക് കിട്ടുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ.